ബ്ലെയറിനെ അറിയുമോ? ഇംഗ്ലണ്ട് ദർശിച്ച ഏറ്റവും പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ടോണി ബ്ലെയർ. കത്തോലിക്കനല്ലാതിരുന്നിട്ടും പരിശുദ്ധ കുർബാനയിലും ദിവ്യകാരുണ്യത്തിലും അഭയവും ബലവും കണ്ടെത്തിയ ഒരാൾ. ലണ്ടനിലെ വെസ്റ്റ് മിൻസ്റ്റർ കത്തീഡ്രലിലെ ദിവ്യബലിയിൽ ടോണി ബ്ലെയറും കുടുംബവും മുടങ്ങാതെ പങ്കെടുക്കുമായിരുന്നു. കത്തോലിക്കയായ ഭാര്യ ചെറി ബ്ലെയറിനൊപ്പം ടോണിയും നാവു നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിച്ചു പോന്നു. ഒരിക്കൽ ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന കർദിനാൾ ബേസിൽ ഹ്യൂം ടോണി ബ്ലെയറിനെ ഇതിൽ നിന്ന് വിലക്കി. രാജ്യത്തെ തലമുതിർന്ന ഒരു ആംഗ്ലിക്കൻ നേതാവ് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിൽ ഔചിത്യക്കുറവുണ്ടെന്നാണ് കർദിനാൾ ഹ്യൂം രഹസ്യമായി ടോണി ബ്ലെയറിനോട് പറഞ്ഞത്. അദ്ദേഹം ഇത് ഹൃദയത്തിൽ സൂക്ഷിച്ചു. 3 പ്രാവശ്യം രാജ്യത്തെ പ്രധാനമന്ത്രിയായി ടോണി ബ്ലെയർ. പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞയുടൻ ബ്ലെയർ ആദ്യം ചെയ്തത് കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടുക എന്നതായിരുന്നു. അങ്ങനെ നിരന്തരം ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള അർഹത നേടിയിരിക്കുന്നു ആന്റണി ചാൾസ് ലിൻഡൺ ബ്ലെയർ എന്ന ടോണി ബ്ലെയർ. നമ്പർ 10 ടൗണിംഗ് സ്ട്രീറ്റ് വസതിയിൽ കത്തോലിക്ക പുരോഹിതർ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നത് ചിന്തിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല പണ്ട്. പക്ഷേ ടോണി ബ്ലെയർ ആ പതിവ് തെറ്റിച്ചു. ബ്ലെയർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷത്തിനിടയിൽ പല തവണയാണ് കത്തോലിക്ക വൈദികർ ഇവിടെ വിശുദ്ധ കുർബാന ഉയർത്തിയത്. പ്രധാനമന്ത്രി പദം രാജിവെച്ച ശേഷം കത്തോലിക്ക സഭയിൽ ചേർന്ന ടോണി ബ്ലെയർ ഹൃദയം തുറന്നു പറഞ്ഞു, "എൻ്റെ ഹൃദയം എവിടെയായിരുന്നോ ഇതാ അവിടെ ഞാൻ എത്തിയിരിക്കുന്നു." കത്തോലിക്ക സഭയിൽ ചേർന്നതോടെ തറവാട്ടിൽ മടങ്ങിയെത്തിയ പ്രതീതിയാണെന്നും പറയുന്നു ലോകം ആദരിക്കുന്ന ഈ മഹാനേതാവ്. ടോണി ബ്ലെയറിൻ്റെ ഈ പുനരൈക്യത്തിന് നന്ദി പറയേണ്ടത് ഭാര്യ ചെറി ബ്ലെയറിനോടാണ്. ഇംഗ്ലണ്ടിലെ പ്രശസ്തയായ അഭിഭാഷകയും പ്രഭാഷകയുമാണ് 4 മക്കളുടെ അമ്മയായ ചെറി ബ്ലെയർ. എല്ലാം ചെറിയാണ് തുടങ്ങി വെച്ചത്. വിശുദ്ധ കുർബാന മുടക്കുന്ന കാര്യം അവൾക്ക് ചിന്തിക്കാനേ ആകുമായിരുന്നില്ല. വിവാഹം കഴിഞ്ഞയുടനെയും അതായിരുന്നു സ്ഥിതി. ആംഗ്ലിക്കൻ കുർബാനയും കാത്തലിക് കുർബാനയും ഏറെ ഭിന്നമല്ല. പക്ഷേ കത്തോലിക്ക പള്ളിയിൽ പോകണമെന്ന് വാശി പിടിച്ച് ചെറി ടോണി ബ്ലെയർ വിശദീകരിക്കുന്നു. ചെറി ബ്ലെയർ തങ്ങളുടെ 4 മക്കളെയും വളർത്തിയതും കത്തോലിക്ക വിശ്വാസത്തിൽ. അവരുടെ ഔദ്യോഗിക മതവും അതുതന്നെ. പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ ഒരുപാട് നേരത്തെ തന്നെ കത്തോലിക്കനാകുമായിരുന്നു ടോണി ബ്ലെയർ. ടോണി ബ്ലെയർ പറഞ്ഞു, "കത്തോലിക്ക സഭയുടെ ആഗോള സ്വഭാവമാണ് എന്നെ ആകർഷിച്ചത്. 10 വർഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും 13 വർഷം ലേബർ പാർട്ടി അധ്യക്ഷനുമായിരുന്ന ബ്ലെയർ പറയുന്നു, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സമാധാന പുനഃസ്ഥാപനത്തിനുള്ള UN പ്രതിനിധിയാണ് അദ്ദേഹം. താൻ ഊർജം ഉൾക്കൊണ്ടതത്രയും സഭയിൽ നിന്നായിരുന്നുവെന്ന് തുറന്നു പറയുന്നു ഈ വിശ്വാസി. 2005 G8 രാജ്യങ്ങളുടെ ഉച്ചകോടി. പരിസ്ഥിതി സംരക്ഷണമായിരുന്നു ചർച്ചാ വിഷയം. രാഷ്ട്ര നേതാക്കളിൽ പലർക്കും ഞാൻ മുന്നോട്ട് വെച്ച പല നിർദ്ദേശങ്ങളും അംഗീകരിക്കാനായില്ല. എന്നാൽ ക്രൈസ്തവ സഭകൾ പിന്തുണയായി പിന്നിലുണ്ടായിരുന്നു. ഈ ആഗോള നേതാവ് മനസ്സ് തുറക്കുന്നു. ടോണി ബ്ലെയറിന് കത്തോലിക്ക വിശ്വാസ സത്യങ്ങൾ പകർന്നു നൽകിയതാര്? റോയൽ എയർഫോഴ്സിലെ കാത്തലിക് ചാംപ്ലയിനായ ഫാദർ ജോൺ വാൾഷ് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പല ദിവസവും മണിക്കൂറുകളോളം ചെലവഴിച്ചു. ഫാദർ വാൾഷ്. പ്രധാനമന്ത്രിക്ക് ഒരു ഗ്രാമീണ വസതിയുണ്ട്. ചെക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രിമാർ കുടുംബസമേതം വാരാന്ത്യം ചെലവിടുന്ന സ്ഥലം.
ഇവിടെ ബ്ലെയർ കുടുംബത്തിനു വേണ്ടി ബലിയർപ്പിച്ചു ഫാദർ വാൾഷ്. ആദ്യമൊക്കെ ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ കത്തീഡ്രൽ ശനിയാഴ്ച വൈകുന്നേരം 5:30-ക്കുള്ള വിശുദ്ധ കുർബാനയിൽ നിത്യസാന്നിധ്യമായിരുന്നു പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. പക്ഷേ ഇതൊരു സുരക്ഷാ പ്രശ്നമായി മാറിയതോടെ വാരാന്ത്യ കുർബാന ഔദ്യോഗിക വസതിയിലേക്ക് മാറ്റി. വെസ്റ്റ്മിൻസ്റ്റർ അതിരൂപതയിലെ ഫാദർ മൈക്കിൾ സീഡായിരുന്നു മിക്കവാറും ദിവസങ്ങളിൽ കാർമ്മികൻ. 2003-ൽ വത്തിക്കാനിൽ ഒരു സ്വകാര്യ സന്ദർശനം. ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ഹൃദയത്തിനിണങ്ങിയ നേതാവായിരുന്നു ടോണി ബ്ലെയർ. അന്ന് നടന്ന പാപ്പയുടെ ദിവ്യബലിയിൽ ടോണി ബ്ലെയറിന് പാപ്പ വിശുദ്ധ കുർബാന നൽകിയെന്നായിരുന്നു ബ്രിട്ടീഷ് ടാബ്ലോയിഡുകളുടെ ഗോസിപ്പ്. ബ്രിട്ടനിൽ ഇന്നേവരെ ഒരു കത്തോലിക്ക പ്രധാനമന്ത്രി ഉണ്ടായിട്ടില്ല. കത്തോലിക്കർ പ്രധാനമന്ത്രിയാകരുതെന്ന് നിബന്ധനയില്ല. എന്നാൽ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ മെത്രാന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ്റാണ്. അതിൻ്റെ തലവൻ കത്തോലിക്കനായിരിക്കുന്നതിൽ അപാകതയുണ്ട്. ടോണി ബ്ലെയർ ഔദ്യോഗിക കാലയളവിൽ പരസ്യമായി കത്തോലിക്ക സഭയെ ആശ്ലേഷിക്കാതിരുന്നതിനുള്ള കാരണവും ഇതുതന്നെ. പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതിന് മുൻപ് ടോണി ബ്ലെയർ നടത്തിയ അവസാന വിദേശയാത്ര വത്തിക്കാനിലേക്കായിരുന്നു. കൂടിക്കണ്ട അവസാനത്തെ രാഷ്ട്രത്തലവൻ പാപ്പയും. വത്തിക്കാൻ അരമനയിലെ ദിവ്യബലിക്ക് ശേഷം ടോണി ബ്ലെയർ ചരിത്രപ്രധാനമായൊരു സന്ദർശനം നടത്തി റോമിലെ വെനറബിൾ ഇംഗ്ലീഷ് കോളേജിലേക്ക്. ഇവിടെ വെസ്റ്റ്മിൻസ്റ്റർ കർദിനാൾ കോർമാക് മർഫി ഒക്കോർനിക്കൊപ്പം അത്താഴവിരുന്ന്. നൂറ്റാണ്ടുകളായി ഇംഗ്ലണ്ടിലെ കത്തോലിക്ക പുരോഹിതരുടെ പരിശീലന കളരിയായിരുന്നു റോമിലെ ഇംഗ്ലീഷ് കോളേജ്. ഇവിടെ സന്ദർശനം നടത്തുന്ന ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ടോണി ബ്ലെയർ. ഇംഗ്ലീഷ് കോളേജിൽ നിന്ന് വൈദിക പഠനം പൂർത്തിയാക്കിയ നിരവധി രക്തസാക്ഷികൾ ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു എന്നത് ചരിത്രം. 2007-ൽ ടോണി ബ്ലെയർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞു. കത്തോലിക്ക പുനരൈക്യത്തിന് തടസ്സങ്ങളില്ല. ഡിസംബർ 22 ടോണി ബ്ലെയർ വെസ്റ്റ്മിൻസ്റ്റർ അരമനയിലെത്തി. എന്നാൽ കോർമാക് മർഫി ഒക്കോണർ ഇരുകരങ്ങളും നീട്ടി മുൻ പ്രധാനമന്ത്രിയെ വരവേറ്റു. കർദിനാൾ അർപ്പിച്ച സ്വകാര്യ ബലി. ബലിക്കൊടുവിൽ ടോണി ബ്ലെയർ നാവു നീട്ടി. കാത്തിരുന്ന ദിവ്യകാരുണ്യം ടോണി ബ്ലെയറിൻ്റെ നാവിൽ. 1997 മുതൽ 2007 വരെയായിരുന്നു ടോണി ബ്ലെയർ പ്രധാനമന്ത്രി പദവി. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. 3-ാം വട്ടവും തിരഞ്ഞെടുക്കപ്പെട്ട ഒരേയൊരു പ്രധാനമന്ത്രി. 43-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദം. തിരുവോസ്തിയെ പ്രണയിക്കുന്ന ടോണി ബ്ലെയറിൻ്റെ കഥ ഇതാണ്. നമുക്കും ഇദ്ദേഹത്തെ പോലെ തിരുവോസ്തിയെ പ്രണയിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടാകുമാറാകട്ടെ. ആമേൻ.